എന്താ വേണ്ടി ഫോട്ടോ എടുക്കോളൂ ഈ സോറി പോലെ. എന്നിട്ട് ഇത് ഇങ്ങോട്ട് താഴെയായിട്ട് ചാടി ഞാൻ കിടക്കണതിന്റെ കാലിന്റെ ഓടി തന്നെ. അപ്പത്തും എണിച്ചേച്ച് എന്നോട് പറഞ്ഞു നീ കാല് നീട്ടാണ്ട്. എണിച്ചേച്ചല്ല പറഞ്ഞത്, കിടന്നോണ്ട് തന്നെയാ പറഞ്ഞത് കാല് നീട്ടണ്ട. കാല് നീട്ടണ്ട എനിക്ക് അന്നേരം തോന്നുകയാണ് ഇത് മോളിന്ന് ഈ പൊക്കത്തിന്ന് അന്ന് പൊക്കമൊന്നും ഇങ്ങനെ ഇതൊന്നുമില്ല, വെറുതെ ഒരു ഇതായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ, പുല്ല് മേഞ്ഞേക്കണ കരിയില്ലേ. എന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മോളിന്ന് ഇങ്ങനെ തുടോന്ന് ചാടിയിട്ട് അപ്പത്തിന് അത് ഉറക്കത്തിൽ കിടത്തു. ഞാൻ ഉറങ്ങുവാ, നല്ല ഉറക്കത്തിൽ കേൾക്കുകയും ചെയ്തു. ഇന്നോടത്തെ വീണെന്നും പാമ്പാന്നും എനിക്ക് അപ്പോഴേ അതിന്റെ പുറത്താണ് കളിക്കുകയും ചെയ്യും. അതിന്റെ മേത്തോട്ട് തട്ടി അതിന് വേനയില്ലേ. കാല് ഇങ്ങനെ വെച്ചുകൊണ്ട് കിടക്കുകയാണ്. ഈ കാല് ഇങ്ങനെ വെച്ചാൽ ഇതിന്റെ പുറത്താ വരിക. എന്നിട്ടോ തിരിയാണ്ട് തിരിയാണ്ട് എണിക്കാൻ പറഞ്ഞു. എങ്ങനെ തിരിയാണ്ട് അങ്ങോട്ടും കൂടി കാലങ്ങ് വലിച്ച് എണീക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പനെ വിളിച്ച് അപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇതുവണ്ണം പലക വെച്ചടിച്ചിട്ട് അതിന്റെ പാത്രങ്ങളെല്ലാം വെച്ചിട്ടുള്ളൂ അടുക്കളയില്. എന്നിട്ട് ഇത് ഇപ്പറേക്കടെ കടന്നിട്ട് അത് ആ ചുമരേക്കടെ കടന്ന് അപ്പുറം എന്ന് എല്ലാ പാത്രങ്ങളും തട്ടി കാണില്ല. അപ്പന് ഭയങ്കര ധൈര്യ. അപ്പം മൂർഖമ്മാവിനെ വാല പിടിച്ചടിക്കായിരുന്നു. അപ്പം കുത്തി പിടിക്കുന്ന വഴിയില്ല. ഞാനെന്താ മോശമായിരുന്നു, ഒരു പാമ്പിനെ അടിച്ചതിനായിട്ടല്ലേ പാമ്പിനെ അടിക്കാം. അമ്മേനെ വിളിച്ചനുസരിച്ച് അമ്മേനെ പുറത്തേക്ക് ആനേനെ പിടിച്ച പിന്നെ ഇല്ലേ ആനേനെ പേടി. അപ്പനെ വിളിച്ചു. അപ്പ എനിക്കെന്തെല്ലാം അപകടങ്ങൾ വന്നിരുന്ന് രക്ഷപ്പെട്ട ആളാണ്. ആണോ? ഒരുപാട്. എങ്ങനെയാ എന്തുകൊണ്ട് അടിച്ച? അപ്പം കുത്തിപ്പിടിക്കുന്ന വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് ഒരടി അടിച്ചപ്പോഴത്തേന് ഇത് ചുമരേക്കടെ കയറി പാത്രങ്ങളെല്ലാം തട്ടി താഴെ അടിച്ച്. അങ്ങനെ അവിടുന്ന് പിന്നെ അടിച്ച് താഴെ ഇട്ടു. പെരുത്തി ഒരെണ്ണം 7 വളവളപ്പം തന്നെ, മൂത്ത വളവളപ്പം. അതായത് എന്നെക്കാളും നീളമാണ്. എന്നാ നീളമെന്നറിയോ? പിറ്റേ ദിവസം ആൾക്കാരൊക്കെ കാണാൻ വരുവാ. പിന്നെ അപ്പനെ വിളിക്കുന്ന പാപ്പാന്നാ. അടിച്ച് മുറ്റത്തേക്ക് ഇട്ടു. രാവിലെ ആൾക്കാരൊക്കെ കാണാൻ വരിക. ശർക്കര പാപ്പനോ? അങ്ങനെയാ വിളിക്കുക.